ഹലോ, അസ്സലാമലൈക്കും. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് റേഷൻ കടയിൽ കിട്ടുമില്ലേ ഗോതമ്പ് പൊടി, അത് വെച്ച് ഒരു അട ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവ് പെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ മാവ് പെനഞ്ഞെടുക്കണം കേട്ടോ. ഇതേപോലെ വെള്ളം തികയിലും കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പെനഞ്ഞെടുക്കുക കേട്ടോ. നല്ല ഗട്ടിയാവരുത്, നല്ല ലൂസാവരുത് കേട്ടോ. നല്ല മീഡിയം സൈസിൽ നല്ല കൈ വെച്ച് നല്ല പ്രസ് ചെയ്ത് നമ്മൾ പെനഞ്ഞെടുക്കണം കേട്ടോ. ഒരു സോഫ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം മാവ്. ആണല്ലേ, കൈ കൊണ്ട് ഇങ്ങനെ വെച്ചത് അമർത്തിയാൽ തന്നെ മാവ് നല്ല പെനഞ്ഞ് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതേപോലെ പെനഞ്ഞെടുക്കുക കണ്ടോ. ഇതാണ് മാവിൻ്റെ പരുവ്. കണ്ടില്ലേ, ഇതാണ് പരുവ് കേട്ടോ. ഇതേപോലെ ആക്കിയെടുക്കുക കേട്ടോ. നല്ല കെട്ടിയാലെല്ലാം ലൂസല്ലോ. നമ്മൾ എടുക്കുന്നത് വാഴൻ്റെ ഇല കേട്ടോ. അങ്ങനെ ഇലയിൽ കുറച്ച് മാവ് വെച്ച് ഇങ്ങനെ എല്ലാ ഭാഗം ഇങ്ങനെ പരത്തി കൊടുക്കുക കൈ കൊണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ പരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ വരണം കേട്ടോ. നമ്മൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ഉപയോഗിച്ചിങ്ങനെ എല്ലാ ഭാഗം ഇങ്ങനെ ഒരേപോലെ അമർത്തി കൊടുക്കുക. ആണല്ലേ, അങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ വരണം കേട്ടോ. അല്ലെങ്കിൽ ചില ഭാഗം കനായിട്ട് നിൽക്കും, അങ്ങനെ നിൽക്കരുത്. കൈ കൊണ്ട് അമർത്തി നമുക്ക് അമർത്തുമ്പോൾ തന്നെ അറിയാം എല്ലാ ഭാഗവും ഒരേപോലെ എങ്ങനെയാണെന്നുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ അമർത്തി എല്ലാ ഭാഗവും ഒരേപോലെ കൊടുക്കുക. ഇനി നമ്മളിത് വെക്കണം, തേങ്ങ വെക്കട്ടെ. സെൻറ്ററിൽ തേങ്ങ ഇട്ട് വെക്കണം. തേങ്ങ കുറച്ചധികം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങ വെച്ചെടുക്കുക, സെൻറ്ററിൽ വെച്ചെടുക്കുക. ഞാൻ ശർക്കര ഇല്ല ഉപയോഗിക്കുന്നു, പഞ്ചസാര കേട്ടോ. സെൻറ്ററിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടട്ടോ. ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര കുറച്ചിട്ടാൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് അധികം ഇടാം. എന്നിട്ട് ഇല ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുക. എന്നിട്ട് മാവ് എല്ലാ ഭാഗവും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ അമർത്തിയാൽ എല്ലാ ഭാഗവും മാവ് ഒരേമാതിരി വരും കേട്ടോ. അങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ മാവിൻ്റെ പെനൽ അമർത്തി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ എടുത്തിട്ട് പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, ഗ്യാസിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ ഇഡ്ഡലി ചട്ടിയോ അല്ലെങ്കിൽ സ്റ്റീമർ നല്ല വെക്കണം. ഇതേപോലെ പാത്രം വെക്കുക. ഞാൻ ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യൽ. ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇങ്ങനത്തെ പാത്രം ഉണ്ടാകുമല്ലോ എല്ലാവരുടെ വീട്ടിലും. ഇത് എത്ര എളുപ്പമാട്ടോ അങ്ങനെ വെച്ചിട്ട് വേകണത്. ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം ആ ഹോൾസിൽ നമുക്ക് വെള്ളം കൊതിച്ച് വരുമല്ലോ, തിളച്ച് വരുമല്ലോ. അപ്പോൾ അതിൽ ആ ഹോൾസിൽ അങ്ങനെ ആവി കാണില്ലേ, ആവി വരുന്നില്ല. അതേപോലെ ആവി വരുമ്പോൾ നമ്മൾ ഈ മാവ് അട ഇതിൽ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇടയിൽ നടുവിൽ കണ്ടില്ല, സെൻറ്ററിലൊരു കുറച്ച് ഹോൾസ് വേണം. അപ്പോഴാലും ആവി വന്ന് വേവുള്ളൂ. ഒരു 5 മിനിറ്റ് വെന്താൽ മറ്റേ ഉൾഭാഗം വേകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അങ്ങനെ വേകാൻ വേണ്ടി 5 മിനിറ്റ് വേവിച്ച് മാറ്റാം. ഇനി ദോശക്കല്ല്, ഈ വെന്ത മാവ് അട ഉണ്ടല്ലോ, അത് ദോശക്കല്ല് വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക. ഈ ഭാഗം ഒന്ന് തിരിച്ചിട്ട് ചുട്ടെടുക്കുക. അതെന്തിനാ അറിയോ, ഈ വെള്ളത്തിൻ്റെ ഈർപ്പുണ്ടാവില്ല, ഒന്ന് വറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ, അങ്ങനെ ഡ്രൈ ആയി കിട്ടും. വെള്ളത്തിന് പോയി അല്ലേ. ഇതേപോലെ 2 ഭാഗം മുരിഞ്ഞ് കിട്ടും കേട്ടോ. മക്കൾക്കൊന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.